നമസ്കാരം. 7 വർഷം കൊണ്ട് വന്യജീവികൾ തകർത്തത് 730 ജീവനുകൾ. കേരളത്തിൽ 7 വർഷം കൊണ്ട് 2017 മുതൽ 23 വരെ 730 പേർ വന്യജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ പകുതിയിലേറെയും കാട്ടാനയുടെ ആക്രമണത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 144 പേർ കൊല്ലപ്പെട്ടു. 6ഓളം ആദിവാസി മേഖലയിൽ മാത്രം 12 പേർക്ക് ജീവൻ നഷ്ടമായി. കോടികൾ ചെലവിട്ട് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ലെന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ 2.5 വർഷത്തിനിടെ 62.08 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഇതിൽ 57.16 കോടി രൂപ ചെലവിട്ടു. അടുത്ത 10 വർഷം കൊണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ 1150 കോടിയുടെ പദ്ധതിയാണ് ആസൂത്രണ ബോർഡും വനം വകുപ്പിൽ നൽകിയിട്ടുള്ളത്. 2016 മുതൽ 17 വരെ 6.63 കോടിയും 2017 മുതൽ 18.584 കോടിയും കേന്ദ്രം വന്യജീവി പ്രതിരോധത്തിനായി അനുവദിച്ചിട്ടുണ്ട്. വന്യജീവികൾ കാടിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വനാതിർത്തികൾ, സൗരോർജ്ജ വേലി, ആന പ്രതിരോധ മതിലുകൾ, കിടങ്ങുകൾ, ക്രാഷ് ഗാർഡുകൾ, ജൈവവേലികൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. വന്യമൃഗ സാന്നിധ്യം മുൻകൂറായി അറിയാൻ എയർലി വാർണിംഗ് സിസ്റ്റവും കാട്ടിലേക്ക് തുരത്താൻ റാപ്പിഡ് റെസ്പോൺസ് ടീമും ഉണ്ട്. എന്നാൽ ഇതൊന്നും ആക്രമണത്തിന് അറുതി വരുത്തുന്നില്ല.